കേസ് ഒരു ചുക്കുമല ഇനി നരേന്ദ്രമോദിയെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ്. ചോദിക്കട്ടെ, അവര് ചോദിക്കുമ്പോഴത്തേക്ക് ഉന്നയിച്ചോട്ടെ. പക്ഷേ യൂണിഫോം ഇട്ട പോലീസുകാർ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഇവര് ഉത്തരം പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. മാത്രമല്ല ED ഒരു നിയമ നടപടിക്ക് എത്തുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യുന്നത് ഇവരുടെ അസറ്റ്സ് അങ്ങ് ഫ്രീസ് ചെയ്യാന്നുള്ളതാണ്. അസറ്റ്സും ബാങ്ക് അക്കൗണ്ടും അങ്ങ് ഫ്രീസ് ചെയ്യും. കാര്യം ഇപ്പം ഈ നാഷണൽ ഹെറാൾഡിന്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ അസറ്റ് അങ്ങ് ഫ്രീസ് ചെയ്തേക്കാണ്. ഈ കേസ് തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമേ അത് ആ ഫ്രീസിങ് എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ EDയെ അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തി ഞാനാണ്, അച്യുതാനന്ദന്റെ മകനെതിരായിട്ടുള്ള കേസിൽ. ഇപ്പൊ EDക്കുള്ള പല്ല് എന്താണെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ലായിരുന്നു കേരളത്തിൽ. EDയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളിൽ പൈസ വന്നിട്ടുണ്ട്, അത് ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ട്, എവിടുന്ന് വന്നു, ആ സോഴ്സ് വെളിപ്പെടുത്തുക എന്നുള്ള ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് സോഴ്സ് വെളിപ്പെടുത്തുന്നവരെ അയാൾക്ക് ജാമ്യം കിട്ടത്തില്ല. നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ട്, എവിടുന്ന് വന്നു എന്ന് പറയാ, എന്നിട്ട് നിങ്ങൾ വയ്ക്കോ. ഇല്ല ഞാൻ പറയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ കിടക്കാൻ പറയാം, അത്രേ ഉള്ളൂ. അപ്പം കോടതി ഇപ്പൊ ഇവർക്ക് EDയുടെ നിയമങ്ങൾ വെച്ചിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ അവർക്ക് സമയമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള തടസ്സമുള്ളത് കൊണ്ടല്ല, അവരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് അവര് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു താല്പര്യത്തിലായിരിക്കണം BJP ഇത്തരം കാര്യങ്ങളെ നിയമത്തിന്റെ വഴിക്ക് വെക്കോട്ടെ എന്ന് പറഞ്ഞു വിട്ടേക്കുന്നത്. കാര്യം നേരത്തെ തന്നെ നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്താണ് ഇന്ദിരാഗാന്ധി രണ്ടാമത് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഷാ കമ്മീഷന്റെ റിപ്പോർട്ട് വെച്ചു, അത് വെച്ചിട്ട് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തു. അത് അവർക്ക് വലിയൊരു പോസിറ്റീവായിട്ട് മാറി.